like a bird on a tree. I'm just sitting here, I got time, it's clear to see. From up here, the world seems small. We can sit together, it's so beautiful, you and me. We meant to be in the great outdoors, forever free. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ രാഹുൽഫാബി. വെൽക്കം ടു Fabbsonwheels. അപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറേ തിരക്കുകളായിട്ട് ഇങ്ങനെ ഓടി നടക്കായിരുന്നു. ഇപ്പോൾ എൻ്റെ പുറയിൽ നമ്മുടെ വണ്ടിയുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിരിക്കും നിങ്ങളൊന്ന് കാണാനായിട്ട് പോകുന്നത്. കാര്യം കുറേ നാളായി, ഞാൻ പറഞ്ഞില്ലേ, ഈവൻ ഞാൻ പറഞ്ഞില്ല, നമ്മളുടെ ഒരു എക്സൈറ്റിംഗ് ട്രിപ്പ് അല്ലെങ്കിൽ ഒരു വലിയ ആ ഒരു ട്രിപ്പിൻ്റെ ഒരു ഡ്രീം ട്രിപ്പിൻ്റെ പുറകിലാണ് ഇപ്പോൾ, അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അതുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തത്, അല്ലെങ്കിൽ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. സോ എന്തായാലും ഇപ്പോൾ അടിപൊളി ഒരു വീഡിയോ എന്തായാലും ഇന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ പറയുന്നത് ജസ്റ്റ് പറഞ്ഞത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസ് ഒന്നുമല്ല, നമ്മൾ സ്റ്റിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ദുഃഖവെള്ളിയാണ്, അന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾ ഇന്ന് തന്നെ ആയിരിക്കും കാണാൻ പോകുന്നത്. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നോ അല്ലെങ്കിൽ വണ്ടിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളായിരിക്കും നിങ്ങൾ കാണാൻ പോകും. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം നമ്മുടെ ബെൽ ഐക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ആ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ Fabbsonwheels എന്നുള്ള ഇൻസ്റ്റാഗ്രാമിലായിരിക്കും നമ്മളുടെ ആ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നേരത്തെ വരുന്നത്. പിന്നെ കുറേ നാളെ എല്ലാവർക്കും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ടുണ്ടാവും. എന്തായാലും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തായാലും ഒരു എക്സൈറ്റിംഗ് എപ്പിസോഡ് ആവുമെന്ന് വിചാരിച്ച് നമുക്ക് എന്തായാലും വീഡിയോ കിട്ടും. പോകാം. നമ്മുടെ വർക്ക്ഷോപ്പ് ആകെ മാറിപ്പോയി കേട്ടോ. ഇപ്പോൾ എന്തുമേ വണ്ടിയാന്ന് നോക്കി, ഇഷ്ടംപോലെ വണ്ടികളാണ് ഇവിടെ. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ നിങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ വർക്ക്ഷോപ്പിൽ നല്ല തിരക്കായിട്ടുണ്ട്. എല്ലാ വണ്ടിയും നല്ല പണിയില്ല. ഇവിടെ ഒരു സ്വിഫ്റ്റ് കിടപ്പുണ്ട്, തന്നെ ഒരു ബൊലേറോ ഇത് കണ്ടില്ലേ അഴിച്ച് വെച്ചിരിക്കുക. ബൊലേറോ അഴിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും ബിസിയാണ്. പിന്നെ നമ്മുടെ ഒരു 4x4 ഒരു ടാറ്റ ആരി കിടപ്പുണ്ട്. മനു ഉണ്ട് ഇവിടെ. ഈ മനു ഇവിടെ ഇന്ന് പണിയെല്ലാം നടത്തുന്നുണ്ട്. മനു മുട്ടയൊക്കെ അടിച്ച് സെറ്റായിട്ടിരുന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ഇത് കണ്ടില്ലേ, ഇതന്നെ എന്താ മനു പ്രശ്നം? ഡ്രം കംപ്ലൈൻ്റ് ആയോ? ഡിസ്ക് കംപ്ലൈൻ്റ് ആയല്ലേ? മനു ചൂടാണോ മുട്ട അടിച്ചേ? എടാ മനുവിന് ചൂടാണ്. മനു എന്തായാലും മുട്ടയൊക്കെ അടിച്ച് വിട്ടിട്ടുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും ചോദിക്കുന്നത് എന്തായിരുന്നു ഇത്ര ലേറ്റ് ആവുന്നതെന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. മനു എന്താ നമ്മുടെ വണ്ടിയുടെ പണി ലേറ്റ് ആവുന്നതിൻ്റെ കാര്യം എന്താ ഒന്ന് പറഞ്ഞേ, നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞേ. എന്താ പറയുക, മനുവിന് ക്യാമറയ്ക്കകത്ത് വേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ പണിയുടെ തിരക്ക് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമൊക്കെ ആയത് കാരണം, ഹോളിഡേയ്സ് ആയത് കാരണം ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ആളുടെ അടുത്തിട്ട് പോകും. അപ്പോൾ ഇവിടെ ഇക്കോ കുഴപ്പമുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ ടൊയോട്ടയുടെ ഒരു കോളിസ് ഇവിടെ കുറേ നാളുകൊണ്ട് കിടക്കായിരുന്നു. ഇപ്പോൾ ദാസേട്ടൻ അതിൻ്റെ എഞ്ചിൻ അഴിച്ചിട്ടുണ്ട്. നോക്കി, എഞ്ചിനില്ല ഇതിനകത്ത്. എഞ്ചിനെല്ലാം അഴിച്ച് പണി നടക്കുന്നുണ്ട്. പിന്നെ ഒരു ഇൻഡിക്ക കിടപ്പുണ്ട്. തന്നെ ഒരു ടൊയോട്ട നമ്മുടെ ഇനോവ കിടപ്പുണ്ട്. പിന്നെ ഒരുപാട് ഇപ്പോൾ ഇവിടെ ഇനി ഇടയ്ക്കൊരാൾ ഒളിഞ്ഞ് കിടപ്പുണ്ട്. അയാളുടെ അടുത്തിട്ട് ഞാൻ വരാം. ആരാന്ന് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ അയാളുടെ അടുത്തിട്ട് പോകുന്നില്ല, ഞാൻ അയാളുടെ അടുത്തിട്ട് ഓടിയെടുത്താൽ. ഇപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ ഒരു പഴയ ആക്സെൻ്റ് ഉണ്ടല്ലോ, ആക്സെൻ്റ് ഇവിടെ കിടപ്പം എൻ്റെ AC വർക്കിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട്, ഒരേ പേര് ചോദിക്കുന്നുണ്ട് വർക്ക്ഷോപ്പിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ മനോട്ടൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. മനോട്ടൻ ഇവിടെ ഇതുണ്ടല്ലോ, ഇത്രയും വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അതിനിടയ്ക്ക് ബിജുവേട്ടനുണ്ട്. മനോട്ടൻ ഇവിടെ നോക്കട്ടെ. അടുത്ത വണ്ടിയുടെ പണിയായിട്ട് പോവാണല്ലേ. അവിടെ നിൽക്കൂട്ടേ, ചോദിക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഉണ്ട്, കണ്ട ചിരി കണ്ട, ആൾക്കാരെ മയക്കുന്ന ചിരി വെച്ചോണ്ടിരിക്കുക. ഇപ്പോൾ എത്ര ഷീറ്റാണ് കയ്യിരിക്കുന്നത്? 20 ഗജാണോ? അപ്പം നമ്മുടെ വണ്ടിയുടെ ഓൾമോസ്റ്റ് പണിയൊക്കെ ആശാൻ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ആ വണ്ടിയുടെ വിശേഷത്തിലോട്ട് പോകാം. കാര്യം ഈ ഒരു എപ്പിസോഡിൽ നമ്മളിനി കുറച്ച് ദിവസം കൂടെയൊക്കെ നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിൽ വർക്കും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അതിനുശേഷം നമ്മൾ പെയിൻറ്റിംഗ് സെഷനിലോട്ടായിരിക്കും പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ വർക്ക്ഷോപ്പിൻ്റെ ഓവറോൾ ഒരു എപ്പിസോഡ്, ഈ ഒരു എപ്പിസോഡ് അല്ല ഇന്നത്തെ ഒരു ഹോളിഡേയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് വെച്ചാൽ, ഒരുപാട് വണ്ടികൾ ഇവിടെ പണിയുന്നുണ്ട്. ഇത്രയും തിരക്കാണ്. മനോട്ടൻ്റെ പണികളൊക്കെ നോക്കിയതാ. മനോട്ടൻ അങ്ങോട്ട് നടന്നേ. മനോട്ടൻ്റെ വർക്കൊക്കെ നമുക്ക് കാണാനായിട്ട് ഇത് കണ്ടോ, ഇത്രയും വണ്ടികൾ ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. ഈ വണ്ടികളെല്ലാം
പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ്. അതിനോടൊപ്പം തന്നെ എൻജിൻ്റെ വർക്കും കാര്യങ്ങളും. ഇതൊരു ഇൻഡിക്കയുടെ CS ആണ്, അതിൻ്റെ പണി ഇപ്പോൾ നടക്കുന്നുണ്ട്. വാഗനർ പഴയത് കിടപ്പുണ്ട്. ഇതിൻ്റെ എല്ലാം ഉണ്ടോ മേജർ ഇതിൻ്റെ എൻജിൻ്റെ ടൈം ചെയിനും കാര്യങ്ങളൊക്കെ മാറുന്ന പരിപാടിയായിരുന്നു. ഇതിൻ്റെ മേജർ വർക്കുകളൊക്കെ തന്നെ നടക്കുന്നത്. ഇത് ഫിൽറ്ററോ ഇതിൻ്റെ എന്താ വെച്ചോട്ടാ പണി? ഈ വണ്ടിയുടെ പണി എന്താ? ഈ ഷോക്ക് അബ്സർ മാറുന്നല്ലേ. അപ്പോൾ കുറേ വണ്ടികളുടെ പണിക്ക് ഇതെല്ലാം അഴിച്ചെല്ലാം ഇട്ടിരിക്കുക. ഇവിടെ ഇത് കാണാനായിട്ട് ഇതുണ്ട്. ബിജുവണ്ണൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ബിജുവേട്ടൻ്റെ പാർട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പ് നമ്മുടെ വണ്ടിയുടെ പാർട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്, ഇവരുടെ പാർട്ട്. സോ ആ വീഡിയോസ് കൂടുതലായിട്ട് ഞാൻ കവർ ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലാഗാവുമെന്ന് വെച്ചിട്ടാണ് അത് കവർ ചെയ്യായിരുന്നത്. ദെൻ ഇത് കണ്ടല്ലേ, ഇത് ഇന്ന് എന്ത് പോയി? ടൈം ബെൽറ്റ് പോയതാണോ? ടൈമിംഗ് ചെയിൻ പോയതാണല്ലേ. നമ്മൾ വണ്ടിയുടെ ടൈമിംഗ് ചെയിൻ മാറണമെന്ന് പറയാറില്ലേ സാധാരണ? ഇതാണ് സംഭവം. ഇത് എത്ര കിലോമീറ്റർ ആകുമ്പോഴാണ് വെച്ചിട്ടാ മാറുന്നത്? എത്രയാ? 1,00,000 കിലോമീറ്റർ മാറണം അല്ലേ? നമ്മൾ മേ ബി ഇത് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഓടുന്ന അവസ്ഥയിൽ എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? പൊട്ടിപ്പോവും അല്ലേ? പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ വാൽവും കാര്യങ്ങളെല്ലാം പോവും. പിസ്റ്റൺ പോകത്തില്ല, വാൽവും കാര്യങ്ങളെല്ലാം പോവും. അത് പൊട്ടിപ്പോവും. സോ ഇത് കണ്ടോ, ഇൻഡിക്ക ക്വാഡ്രാജെറ്റാണ്. നമ്മുടെ ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിനാണ്. സോ അതിൻ്റെ ടൈമിംഗ് ചെയിൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ബിജുവേട്ടൻ. ഇനിയും നമുക്ക് അടുത്ത ആളുടെ വിശേഷത്തിലോട്ട് പോകാം. കണ്ടല്ലേ ഈ പരിപാടിക്ക് നമ്മുടെ വണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ SS80 കിടക്കുന്ന ഒരു മെയിൻ സ്പോട്ട് ഇതായിരുന്നു. ഇവിടെ ആയിരുന്നു നമ്മുടെ SS80 കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ ഒരു വണ്ടി, വേറൊരു പഴയ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അത് പാച്ച് വർക്കായിരുന്നു. പഴയ വണ്ടിയല്ല, ശരിക്കും പറഞ്ഞൊരു പുതിയ വണ്ടി, ഒരു ആക്സിഡൻ്റായ വണ്ടിയാണ്. അതിപ്പോൾ ഇവിടെ എല്ലാം പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മനോട്ടൻ അത് ഫുള്ള് ലിഫ്റ്റ് ചെയ്തെല്ലാം ഫുള്ള് കാര്യങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്തെല്ലാം സെറ്റാക്കി റെഡി. നമ്മുടെ വണ്ടി കിടക്കുന്നൊരു സ്പോട്ടായിരുന്നു, നമ്മുടെ SS80യുടെ മെയിൻ സ്പോട്ടായിരുന്നു ഇവിടെ. കുറേ നാളുകൊണ്ട് നമ്മുടെ വണ്ടി ഇവിടെ കിടന്നിട്ട് മനോട്ടൻ എന്നെ പ്രത്യേകം പറയായിരുന്നു, വണ്ടി എടുത്ത് മാറ്റി ഇവിടുന്ന് എടുത്തിട്ട് എല്ലാം കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്കുറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. എനിവേ നമ്മുടെ വണ്ടി നമ്മൾ ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി കിടന്നിടത്ത് ഇപ്പോൾ ഒരു യോണാണ് കിടക്കുന്നത്. കണ്ടില്ലേ നമ്മുടെ വണ്ടി? നിങ്ങളെല്ലാം ആ വീഡിയോസിൽ കൂടുതലായിട്ട് നിങ്ങൾ കണ്ടപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇതാ കിടന്നൊരു സ്പോട്ട് ഇതായിരുന്നു. ഈ ഒരു ഷെഡിനകത്താണ് നമ്മുടെ വണ്ടി കിടന്നത്. പിന്നെ ഇത് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഒരു ബാക്ക് സൈഡാണ്. ഇവിടെ കുറേ പാർക്കിങ്ങിനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഷെവർലയുടെ വണ്ടിയൊക്കെ പണിയുന്നുണ്ട്. ഷെവർലയുടെ വണ്ടിക്കൊക്കെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വർക്ക്ഷോപ്പിനെ കോൺടാക്ട് ചെയ്യണം, അവർ വണ്ടി പണിഞ്ഞു തരുന്നതാണ്. ഷെവർല കിടപ്പുണ്ട്. ദെൻ ഇവിടെ ഒരു നമ്മുടെ വെൻഡോ കിടപ്പുണ്ട്, വോക്സ് വാഗൺ വെൻഡോ കിടപ്പുണ്ട്. കണ്ടോ, ഇത് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കും. പിന്നെ ഇവിടെ കാണാത്തതായിട്ടുള്ള ഒരാളുണ്ട്, ദാസേട്ടന് അവിടെ നല്ല ബിസിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഒരുപാട് വണ്ടികൾ വർക്ക്ഷോപ്പിൽ കയറുന്നുണ്ട്, പണിയുന്നുണ്ട്. നമ്മളെ വണ്ടി പണിയുന്ന സമയത്ത് ഇവിടെ കൂടുതൽ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതിന് ശേഷം ഒരുപാട് വണ്ടികൾ ഇവിടെ എത്തിയിട്ട് ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വർക്ക്ഷോപ്പ് തിരക്കി വരാൻ തുടങ്ങി. കരുനാഗപ്പള്ളി തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക്ഷോപ്പ് എന്നെങ്കിൽ പറയാം. ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ദാസേട്ടൻ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, നമ്മൾ യഥാർത്ഥ കാര്യങ്ങൾ തുറന്നു വരുന്നുണ്ട്. മനുവൻ ഇടയ്ക്കൂടെ ഓടി നടക്കുന്നുണ്ട്. എനിവേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെയിൻ വില്ലൻ വരുന്നുണ്ട്. ദാസേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ദാസേട്ടാ, പിള്ളേർക്ക് ഇന്ന് വണ്ടി, നമ്മുടെ ഫ്രഷർ ഇന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കണം. ഇന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, നമ്മളിന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് പറയാനുണ്ട്. ദാസേട്ടാ, ഈ കിടക്കുന്ന ഐറ്റം എന്താണ്? BM ആണ്. കണ്ടാ, ദാസേട്ടൻ പഴയ ദാസേട്ടനല്ല കേട്ടോ, ദാസേട്ടൻ പുലിയാണ്. നമ്മളുടെ ഒരു BM വന്നിട്ടുണ്ട്. നേരത്തെ ഒരു ബെൻസ് കിടപ്പുണ്ടായിരുന്നല്ലോ, ഇന്നലെ പോയോ? E220 ആയിരുന്നല്ലേ? E250 ആയിരുന്നല്ലേ? ഇപ്പോൾ ഒരു BM വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് പ്രീമിയം കാർസിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നതാണ്. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കത്തില്ലേ? ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കും. പ്രേക്ഷകരൊക്കെ എവിടെയെങ്കിലും നിങ്ങൾ വണ്ടി കൊണ്ടുവരുന്നുണ്ട്, ഉറപ്പായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തോ. വണ്ടി കണ്ണുടച്ച് കൊണ്ടുവന്നു, നമുക്കിവിടെ വണ്ടി റെഡിയാക്കാവുന്ന AC പണിയാണല്ലേ? നമുക്ക് ആ വണ്ടി BM നോക്കാം. എനിക്ക് തോന്നുന്നു ഒരു 420, ഏതാ ഇത്? 520 ആണല്ലേ? 520D ആണ്, പഴയ മോഡലാണ്, പഴയ മോഡൽ വണ്ടിയാണ്. 520D ആണ്. ഇതിൻ്റെ ഒരു AC വർക്കുണ്ട്, അതിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ നമുക്കൊരു ബെൻസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. സോ കുറച്ച് പ്രീമിയം കാറൊക്കെ വരുമ്പോഴാണ് ഈ ഒരു കൗണ്ടറിനകത്ത് ഇട്ടിട്ട് പണിയുന്നത്. E250 ആയിരുന്നല്ലേ? അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒത്തിരി വണ്ടികൾ ഇങ്ങോട്ട് രജിസ്ട്രേഷൻ ആക്കി കൊണ്ടുവരികയൊക്കെ ഒരുപാട് പേര് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ കാറുകൾ, ഞാൻ നമ്മുടെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാർക്ക് വലിയ വണ്ടികളൊക്കെ എടുക്കാൻ കുറച്ച് പേടിയുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടെന്നുണ്ട് ധൈര്യമായിട്ട് എടുക്കാമെന്നുള്ളൂ. വേറെ പണിയൊന്നുമില്ല. ദാസേട്ടൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ഒരു ആയുസിലുള്ള ഒരു ആഗ്രഹമായിരിക്കും. സ്വിഫ്റ്റ് എടുക്കുന്ന പൈസ മതി ഈ വണ്ടി എടുക്കാം. പിന്നെ പണിയാൻ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ ദാസേട്ടൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വണ്ടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിന് കീ ഉണ്ടോ ദാസേട്ടാ? കീ ഉണ്ടോ? ഞാൻ ഈ BMൻ്റെ 530 ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് 520 ആണ്, ഓൾഡ് മോഡലാണ്. പക്ഷേ അപാര ഫിനിഷിംഗ് ആണ് കേട്ടോ വണ്ടി, ഒരു രക്ഷയില്ല. അതിൻ്റെ അലോയ് വീലൊക്കെ ഉണ്ടോ? എല്ലാം സ്റ്റോക്കാണ്. ഇത് ദാസേട്ടൻ്റെ ഏതോ ഒരു കസ്റ്റമർ കൊണ്ടുവന്ന വണ്ടിയാണ്. നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് നോക്കാം.
പക്ഷേ കളർ ഉഗ്രൻ കളറാണ് കേട്ടോ, ഉഗ്രൻ ഒരു സിൽവർ കളറാണ്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ വണ്ടി കൊണ്ടുവരും. ഇപ്പോൾ വോക്സ്വാഗൻ്റെ വണ്ടികൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ ബി എമ്മിൻ്റെ വണ്ടികൾ നമുക്ക് തുടർന്നിട്ടുണ്ട്. ഇത് കണ്ടോ, 520 അല്ലേ? 520 ആണ്, പഴയ വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. 2010 അല്ലേ? 2010 മോഡലാണ് കേട്ടോ. നമ്മൾ വണ്ടിക്കകത്ത് കയറിയിരുന്ന് കഴിഞ്ഞാൽ കൈയും കാലൊക്കെ നീട്ടിയിട്ട് നല്ലപോലെ ഇരിക്കാം ശരിക്കും പറഞ്ഞാൽ. ബാക്കിലോട്ട് ഈ ഫ്രണ്ട് വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമുക്ക് ബാക്ക് ഒന്ന് നോക്കിയാലോ. ബാക്ക് അടിപൊളിയാണ്, ബാക്ക് പൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ സൺറൂഫ് ഉണ്ട്, സൺറൂഫ് ഓട്ടോമാറ്റിക് സൺറൂഫ് ഉണ്ട്. നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി വരുന്നതാണ്. കൈ കൊണ്ട് ഓക്കെ ഫൈൻ. സൺറൂഫ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ബി എമ്മിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇത് ഓട്ടോമാറ്റിക് അല്ലേ ദാസേട്ടാ? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആ ഒരു ലക്ഷറി കാറിൻ്റെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നുള്ളൂ. നമുക്കൊരു ചെറിയ പൈസയ്ക്ക് വണ്ടി നോർത്തുനിന്ന് എടുക്കാവുന്നുള്ളൂ. നമുക്കിവിടെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. നമുക്കിനി അടയ്ക്കാം. ബാക്കിലോട്ട് സീറ്റ് നോക്കാം. ബാക്കിലത്തെ സീറ്റ് കണ്ടോ, ഇത്രയും വ്യൂ ആണോ ഉള്ളത്. എല്ലാവരുടെയും മനസ്സിൽ ഒരു പ്രീമിയം കാർ എന്ന് പറയുന്ന ഒരു ഡ്രീം ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വണ്ടി എടുക്കുക. എന്തെങ്കിലും സ്പെയർ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നത്. വണ്ടി നിങ്ങൾ എടുത്തതിന് ശേഷം ഇതിന് പണിയുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു കോസ്റ്റിൽ നമുക്കിവിടെ ബി എം ഒക്കെ പണിയാവുന്നതാണ്. ബി എം ആയാലും ബെൻസ് ആയാലും ഈവൻ ജാഗുർ ആണെങ്കിൽ പോലും നമ്മുടെ വർക്ക്ഷോപ്പിൽ പണിയുന്നതാണ്. ദാസേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദാസേട്ടൻ നേരത്തെ അതായത് നേവിയുടെ വണ്ടി പുറത്തെ നേവിയുടെ വണ്ടികളായിരുന്നു പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ ഹമ്മറും അങ്ങനെയുള്ള ഈ യുദ്ധത്തിന് പോകുന്ന സാധനങ്ങളൊക്കെ കക്ഷി പണിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കണ്ടില്ലേ, അടിപൊളി വണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും ഓരോ ഡ്രീം ഉണ്ടാവുമല്ലോ. അത് കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് പറയുന്നതെന്നുള്ളത്. നമുക്ക് അതിൻ്റെ വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഡ്രീമും നടക്കും. നമ്മളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്തു തരുന്നതാണ്. എന്തായാലും നമ്മളിനി 520D ആണ്, പെട സാധനമാണ്. ഓക്കെ, നമുക്കിനി എന്തായാലും നിങ്ങൾ ഒരു ക്ഷമയില്ലാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു സംഭവമുണ്ട്, അതിലോട്ട് നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും ബി എമ്മിൻ്റെ കാഴ്ചകളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. ബി എമ്മിൻ്റെ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ കാഴ്ചകളൊക്കെ ഇത് തന്നെ. പിന്നെ ഇവിടെ പുതിയൊരാൾ വന്നിട്ടുണ്ട്. പുതിയ ആളല്ല, പഴയ ആളാണ്. നമ്മുടെ പേര് മനോഹട്ടനാണ്. മനോഹട്ടന് ഓൾറെഡി പറയാനുണ്ടെങ്കിൽ മനോഹട്ടൻ ഒരുപാട് കാര്യങ്ങളിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മെക്കാനിക്കാണ്. ആൾ ഗൾഫിലായിരുന്നു, ഇപ്പോൾ ഇവിടെ വന്നതുള്ളൂ. നമ്മുടെ വണ്ടിയുടെ എന്തായാലും എൻഡിങ് സീസണിൽ മനോഹട്ടനെ കൂടെ കാണിക്കാൻ പറ്റും, വളരെ സന്തോഷമാണ്. കണ്ടില്ല മനോഹട്ട, ഈ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരുമോ? ബി എമ്മിന് അത്യാവശ്യം വരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ദാസേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബി എം എടുക്കാൻ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത്യാവശ്യം പൈസയൊക്കെ ഉള്ളവർക്ക് നോർമലി എടുക്കാൻ പറ്റുന്നൊരു വണ്ടിയായിട്ട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ യൂസ്ഡ് വണ്ടിയായിട്ട് നമുക്കൊരു ഈവൻ ഒരു 4 lakh തൊട്ട് 8 lakh വരെ നമ്മുടെ ഈ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബി എം എടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം ഒരു ബി എം എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിന് കൂടുതൽ മെയിൻ്റനൻസ് ഇലക്ട്രോണിക്സ് ആയിട്ട്, പിന്നെ നമ്മുടെ ബ്രേക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നും വരുന്നില്ല. വരുവാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് പരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ വരാൻ ചാൻസ് ഉള്ളൂ അല്ലേ? അല്ലാതെ കൂടുതൽ ഇതിനകത്ത് വരുന്നില്ല. പിന്നെ സർവീസ് ഉണ്ട്, ഓയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരാളോട് ഇവിടെ ഇതുവഴി ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ക്യാമറയ്ക്കകത്ത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അയാൾ ഒരുപാട് വട്ടം വന്നിട്ടുള്ളതാണ്. ദെൻ ഞാൻ നിങ്ങളോട് പറയുന്നത് ധൈര്യമായിട്ട് ബി എം എടുക്കുക. എന്തായാലും മനോഹട്ടൻ ഫ്രീ ആണ്. അപ്പോൾ ആ മനോഹട്ടനോട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ വണ്ടിയുടെ വിശേഷത്തിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു തന്നെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പിലെ പണികളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ എൻജിൻ ഫിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ മെനഞ്ഞാന്ന് പോയിട്ട് വേറെ കാർബറേറ്റർ എടുത്തിട്ടുണ്ട്. നമ്മുടെ പഴയ കാർബറേറ്ററിൻ്റെ ചെറിയ നമ്മുടെ വണ്ടിയുടെ ഞാൻ പറഞ്ഞല്ലോ എൻജിൻ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോ എൻജിൻ ഫിറ്റ് ചെയ്ത വീഡിയോസൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്, വലിയ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പണി കിട്ടിയ ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഇത്രയും ദിവസം വീഡിയോ ഡിലേ ആവാൻ പറ്റിയ ചില കാരണങ്ങളുണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ടു പോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂവൽ പൈപ്പ്, ബ്രേക്കിൻ്റെ മാസ് സിലിണ്ടർ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അത് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അത് ഞാൻ ബാക്കിലോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ആ കാർബറേറ്റർ ഞാൻ മെനഞ്ഞാന്ന് പോയിട്ട് എടുത്തുകൊണ്ട് വന്നേ. ഇതിന് ഒരുപാട് പേര് വില ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ AC ടൈപ്പ് കാർബറേറ്ററാണ് ഈ വെച്ചിരിക്കുന്നത്. ഞാൻ കാർബറേറ്റർ എടുത്ത് കാണിച്ചു തരാം. ഈ കാർബറേറ്റർ ഇത് AC വണ്ടിക്ക് വരുന്ന ടൈപ്പുള്ളൊരു കാർബറേറ്ററാണ്.
ഇതിനകത്ത് നമുക്ക് ഇത് വെക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ കാർബറേറ്റർ നമ്മൾ കളഞ്ഞിട്ടില്ല, അത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്തുനിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിക്കകത്ത് AC എപ്പോഴെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാർബറേറ്റർ വേണം നമുക്ക് ഉപയോഗിക്കാൻ. ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ, എഞ്ചിൻ നമ്മൾ സെറ്റാക്കി പെയിൻറ്റ് എല്ലാം അടിപൊളിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കിക്കോ, എഞ്ചിൻ നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനി ആ കാർബറേറ്ററിൻ്റെ ലൈൻ കൊടുക്കണം. കാർബറേറ്ററിൻ്റെ ലൈൻ എല്ലാം കൊടുത്തതിന് ശേഷം ബാറ്ററി എടുത്ത് വെച്ചിട്ട് വണ്ടി പെട്രോൾ ടാങ്കിനകത്തുണ്ടായിരുന്ന ലീക്കും കാര്യങ്ങളൊക്കെ മാറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ആ കാർബറേറ്റർ എയർ ഫിൽറ്ററിൻ്റെ മുകളിൽ വയ്ക്കുന്ന സ്ഥലമുണ്ട്, നമ്മളത് അടച്ചു വെച്ചിരിക്കുകയാണ്. ദെൻ ഇനി പോകാനുള്ള നമ്മുടെ പാച്ച് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പാച്ച് വർക്ക് ഒരു സിംഗിൾ ഒരു പാച്ച് വർക്ക് പോലും നമ്മുടെ വണ്ടിക്ക് അതിന് ബാലൻസ് ഇല്ല. നോക്കിക്കേ എവിടെയൊക്കെയാണ് ചെയ്തത്. ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ ഇങ്ങനെയുള്ളൊരു വണ്ടി എടുത്ത് ഇങ്ങനെ പണിഞ്ഞെടുക്കുമ്പോൾ വട്ടാണോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ള ഒന്നുമില്ല. കാര്യം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വണ്ടി ഇത്രയും പണിയാവുമെന്ന് അറിഞ്ഞിട്ട് എടുത്തതല്ല. നമ്മൾ എടുത്തതിന് ശേഷം ആണ് നമ്മൾ ഇത്രയും വർക്കൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞത്. നമുക്ക് എടുത്ത് പണി തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഈ വണ്ടി വിടാനായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ പണിയെത്തിച്ചത്. അല്ലെങ്കിൽ സാധാരണക്കാർ ചെയ്യുന്ന പോലെ നമ്മളെപ്പോഴും ഇത് കളയത്തുള്ളായിരുന്നു. ഈ ഡോറിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ, അത് വലിയ തമാശയായിരുന്നു. നമ്മൾ ഇതിനകത്ത് ഒരു കാരണവശാലും ഇതിന് പാച്ച് വർക്ക് ഇല്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ പാച്ച് വർക്കുള്ളത്. ഈ ഫ്ലാറ്റിൻ്റെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഡ്രൈവർ സൈഡാണ്. ഈ ഡ്രൈവർ സൈഡ് നമ്മളിതാ ഇത്രയും സ്ഥലം ഒരു 40-50% ഓൾമോസ്റ്റ് നമ്മൾ അതിനകത്ത് പാച്ച് വർക്ക് ചെയ്തു. ഇതുപോലെ തന്നെ കോ ഡ്രൈവർ സീറ്റൊക്കെ ഫുള്ളായിട്ട് വെച്ചിരിക്കുക. നോക്ക്, കാണാൻ പറ്റും. ഫുള്ളായിട്ട് കോ ഡ്രൈവർ സീറ്റ് അവിടെ മൊത്തം ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ആ പുതിയ തകിടിൻ്റെ കളർ കാണുന്ന എല്ലാ സ്ഥലങ്ങളും പാച്ച് വർക്ക് കാണും. ദെൻ ഇവിടുന്ന് പോയി ഈ ഒരു സൈഡ്, റണ്ണിങ് ബോർഡിൻ്റെ ഈ ഒരു സൈഡ്, ബാക്കിൽ വന്നു ഈ ഭാഗം, ഈ ഒരു സൈഡ്. അതുപോലെ തന്നെ ബാക്കിൽ കണ്ടോ ഡിക്കിയുടെ സൈഡ്. അതുപോലെ തന്നെ ആ ബാക്കിലത്തെ നമ്മുടെ ഇതിരിക്കുന്നത്, നമ്മുടെ സ്റ്റെപ്പിനി ഇരിക്കത്തില്ലേ, ആ ഭാഗം നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിനി ഫുള്ള് കട്ട് ചെയ്ത് ആ ഭാഗം ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലത്തെ റിയർ ഫെൻഡറിൻ്റെ സൈഡ് വരുന്ന രണ്ട് സൈഡും, ഈ സൈഡും ഈ സൈഡും. ദെൻ റൂഫ്. ഇനി എൻ്റെ മേളിൽ നോക്കണേ, മേളിലെ കാര്യമാണ് തമാശ. ശരിക്കും പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളായിരുന്നു. പക്ഷേ നമുക്കെന്തോ ഈ വണ്ടി ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് ഇവിടം വരെയൊക്കെ എത്തി, വിട്ട് കളയാനായിട്ട് മനസ്സൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ എന്നേക്കാൾ ഒരു 10 മടങ്ങിൽ കൂടുതൽ എഫേർട്ട് എടുത്തത് ശരിക്കും പറഞ്ഞാൽ അഖിൽ, നമ്മുടെ ഫാബ്സോൺവീൽസിൻ്റെ ക്രൂ ആണ്. അഖിലായിരുന്നു ഇതിനകത്ത് ഇത്രയും ഒരു കഷ്ടപ്പാട് വണ്ടിക്കകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അഖിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട്. പിന്നെ അഖിൽ ബിഹൈൻഡ് ദ സ്ക്രീനിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആൾ വർക്കിംഗ് ആണ്, നമ്മളും ഇപ്പോൾ ഓൾസോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര ബിസി ആയതാണ് അവൻ വരാത്തത്. ഞങ്ങൾക്കറിയാമല്ലോ ഫാബ്സോൺവീൽസ് എന്ന് പറയുന്നൊരു ക്രൂ ആണ്. അല്ലാതെ എല്ലാവരുടെയും വിചാരം ഞാൻ മാത്രമാണ് ഇതിനകത്ത് ഓടി നടന്നതൊക്കെ ചെയ്യുന്നതെന്നുള്ളവർ ഒരിക്കലും അല്ല. എൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ക്രൂ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അവരാണ് ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ കോർഡിനേഷൻ മാത്രമാണ്. ദെൻ ഇത് കണ്ടോ, ബാക്ക് സൈഡ് നമ്മൾ ടയറെല്ലാം ഫിറ്റ് ചെയ്ത് കേട്ടോ. വണ്ടി ഇപ്പോൾ താഴെ ഇറങ്ങി നിൽക്കൂടി. ഈ ബാക്കിലത്തെ ടയർ നമ്മൾ അന്നുകൊണ്ട് എടുത്ത കാറ്റടിച്ചിട്ടാണ്, അത്രയും കാറ്റ് തന്നെ ഉണ്ട്. ഫ്രണ്ടിലത്തെ ടയർ ആകുമ്പോഴത്തേക്ക് അത് കുറച്ച് പോയി, പഞ്ചറായി. ഓക്കെ, ടയറിൻ്റെ അവസ്ഥ പഞ്ചറാണ്. ഇനി ഇത് കുറച്ച് ഇച്ചിരി ഒരു പണിയുള്ളൂ. അതായത് ഒന്നുമില്ല, ഇവൻ ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മുടെ അടുത്ത പെയിൻറ്റിങ് സ്ഥലത്തോട്ട് എത്തിക്കുന്ന വീഡിയോ ആയിരിക്കും ഇനി വരാനായിട്ട് പോകുന്നു. നമുക്ക് ഈ സൈഡിൽ നോക്കാം. ഈ സൈഡിൽ ഡാഷ്ബോർഡ്, ഈ വണ്ടിയുടെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഡാഷ്ബോർഡ് അത്യാവശ്യം നല്ലതായിരുന്നു. അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത ഡാഷ്ബോർഡായിരുന്നു. ഇതിനകത്ത് ബ്രേക്ക് ലൈനും കാര്യങ്ങളും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അടി കൂടെ ഫ്യൂവൽ ലൈൻ കൊടുത്തു. ഇനി ഇതിനകത്ത് നമുക്ക് സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ പെട്രോൾ ലൈൻസും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്കും ഒന്ന് റെഡി ആക്കിയിട്ട് അതുപോലെ തന്നെ ഗിയർ ബോക്സും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ദെൻ നമുക്ക് ഫ്യൂൽ ടാങ്ക് ഒന്ന് നോക്കാം. ഇവിടെ ഈ ഒരു സൈഡിലായിരുന്നല്ലോ ഫ്യൂൽ ടാങ്ക് വരുന്നത്. ഫ്യൂൽ പൈപ്പും എല്ലാം കറക്റ്റ് ചെയ്തു. മറ്റേ ഫ്യൂൽ പൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അതാ ഇത് ലോക്കായോ? ഇത് നേരത്തെ ലോക്കല്ലായിരുന്നല്ലോ. ഓക്കെ, ഇതിപ്പോൾ ലോക്കായിരിക്കുകയാണ്, അത് തുറക്കണം. അപ്പോൾ ഫ്യൂവൽ പൈപ്പിൻ്റെ കാര്യം പറയാം, ഒരു മിനിറ്റ്. അപ്പോൾ ഫ്യൂവൽ പൈപ്പ് അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനടിയിൽ കൂടെ അവർ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ടാങ്ക് നമ്മൾ ഫിറ്റ് ചെയ്തുണ്ടോ? ടാങ്കിനകത്തുണ്ടായിരുന്ന ആ ഒരു ലീക്കൊക്കെ നമ്മൾ മാറ്റി. മനോട്ടം തന്നെയാണ് അത് വെൽഡ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ദെൻ നമ്മൾ ബ്രേക്കിൻ്റെ ലൈൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പണി ഇതിനകത്ത് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അതുപോലെ നമ്മളിനി മാറാനുള്ള ബാക്കിലത്തെ ഷോക്ക് ഒബ്സർ 2 മാറണം. ഫ്രണ്ടിലത്തെ ഷോക്ക് ഒബ്സർ അടിപൊളിയാണ്, ബാക്കിലത്തെ ഷോക്ക് ഒബ്സർ നമുക്ക് മാറാനുള്ളതാണ്. അതിനകത്ത് അതുകൂടെ അതിപ്പോൾ എന്തായാലും മാറുന്നില്ല. വണ്ടി നമ്മളെല്ലാം റെഡിയാക്കി ഇറക്കിയതിന് ശേഷം നമ്മൾ ഷോക്ക് ഒബ്സർ മാറുന്നുള്ളൂ. അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് അടുത്ത വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാനുള്ള പണികളായിരിക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരുപാട് നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇനി നമുക്ക് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് RT ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടെ എന്തായാലും വരുന്നതായിരിക്കും, നമ്മളുടെ പുതിയ വണ്ടികളൊക്കെ എടുക്കുന്നതിന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജിപ്സിയുടെ
പുറകിൽ ഓടി നടക്കുകയാണ്. നല്ല കുറച്ച് വണ്ടികളൊക്കെ നോർത്തുനിന്ന് റെഡി ആയിട്ടുണ്ട്. മിക്കവാറും ജിപ്സി ഉടനെ നമ്മൾ എടുക്കും. അതിൻ്റെ വണ്ടി എടുക്കാൻ പോകുന്ന വീഡിയോസൊക്കെ എന്തായാലും ചാനലിൽ വരുന്നതാണ്. വണ്ടി എടുത്താൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ ആയിരിക്കും. വണ്ടി കുറച്ചൊക്കെ അതിനകത്ത് കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. നമുക്ക് റൂഫ് ടോപ്പ് ടെൻറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള കുറേയൊക്കെ പണികൾ നമ്മുടെ ഇതിനകത്ത് ചെയ്യാനായിട്ടുണ്ടാവും. പിന്നെ ഈ ഗ്ലാസും വിഞ്ചൊക്കെ എല്ലാവരും കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. വിഞ്ചിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഇതിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രശ്നമൊന്നുമില്ല. നമ്മളുടെ ഭാഗ്യത്തിന് ഈ ഗ്ലാസിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ പാച്ച് വർക്ക് അധികം വന്നെന്നുള്ളൊരു ബുദ്ധിമുട്ടല്ലാതെ വേറെ പ്രശ്നമൊന്നും നമ്മുടെ വണ്ടിക്കില്ല. പിന്നെ എഞ്ചിൻ്റെ പണിയുടെ കാര്യം എല്ലാവരും ചോദിക്കുന്നത്. എഞ്ചിനകത്ത് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. നമ്മളിനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഓയിൽ ലീക്ക് ഒന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഓയിൽ ലീക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയാണ് ആ പാക്കിംഗ് മാറേണ്ടത്, പുതിയ പാക്കിംഗ് ഒക്കെ നമ്മൾ മാറി അടിപൊളിയായിട്ടായിരിക്കും വണ്ടി ഇറക്കുന്നത്. ബ്രേക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. വേറെ പണിയുണ്ടായിരുന്ന അടിയിലത്തുണ്ടായിരുന്ന വയറിംഗ് കിറ്റുകൾ, കുറച്ച് ട്യൂബുകൾ, ഈ ഫ്യൂവൽ ലൈനിൻ്റെ പൈപ്പെല്ലാം ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. ഫ്യൂവൽ ലൈനിൻ്റെ പൈപ്പ് പോയിട്ട് നമ്മൾ പിന്നെ കോപ്പറിൻ്റെ എന്തോ ഒരു പൈപ്പ് മേടിച്ചിട്ട് ദാസായിട്ട് അത് ക്ലിയർ ആക്കി ഇട്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ഇനി കുറച്ച് വയറിങ്ങിൻ്റെ പരിപാടിയും കൂടെ കിടപ്പുണ്ട്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാവും, അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും സ്റ്റാർട്ടായിട്ട് ഇനി ഈ വീഡിയോയിൽ നമുക്ക് സ്റ്റാർട്ടാക്കി ഓടിച്ചു തരാൻ പറ്റുന്നത്. ഇത്രയും പണി ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ച് വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലോട്ട് പോകുന്നൊരു വീഡിയോ ആയി നിങ്ങൾ കാണാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി നിരത്തിലിറങ്ങും. ഇനിയുള്ള വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വണ്ടി പെയിൻറ്റ് ചെയ്യണം. പിന്നെ അതോടൊപ്പം തന്നെ പെയിൻറ്റിങ്ങിന് കയറ്റുന്ന വീഡിയോ, അതോടൊപ്പം തന്നെ കുറച്ച് ഫിനിഷിംഗ് വർക്ക് കൂടെ ഉണ്ട്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഫുള്ളി നമ്മൾ എന്തായാലും പണി ഇവിടം വരെ എത്തി. ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ശരിക്കും ഒരുപാട് നിങ്ങൾ എന്തായാലും ആദ്യമായിട്ടായിരിക്കുമല്ലോ ചാനൽ കാണുന്ന, ആദ്യമാർക്ക് കാണുന്നവർക്ക് ഈ വീഡിയോ കണ്ടാൽ ഒന്നും മനസ്സിലാകും. നിങ്ങൾ ഫുൾ ആ പ്ലേലിസ്റ്റ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റിംഗ് ആണ്. നമുക്ക് ഇന്നത്തെ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു അപ്ഡേറ്റഡ് വീഡിയോ തരാമെന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. കാര്യം വേറൊന്നും അല്ല, ദാസേട്ടന് ഭയങ്കര ബിസിയാണ്. അപ്പോൾ അവരെ ബിസി ആയിട്ടിരിക്കുന്ന ആൾക്കാർ നമ്മളിവിടെ വന്നിട്ട് ബുദ്ധിമുട്ടിക്കാനും പാടില്ല. കാര്യം നമുക്ക് സമയമുണ്ട്, പ്രശ്നമില്ല. നമ്മൾ ആർ ടിയുടെ ആ ഫീസ് അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു മാസം പകുതിയോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം. ശരിക്കും ഇത് ഒരുപാട് കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഉള്ള ഇപ്പോഴത്തെ വണ്ടിയുടെ ഒരു അപ്ഡേറ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തേക്ക് വിടാം. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. ശരിക്കും നമ്മളുടെ വണ്ടിയുടെ അപ്ഡേറ്റ്സ് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എഞ്ചിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി അത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതെന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂഷ്വലി നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ടൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതൊന്നും കൂടുതലായിട്ട് ഉൾപ്പെടുത്തായിരുന്നത്. പിന്നീട് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇടാത്തത്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു ട്രിപ്പിൻ്റെ പുറയിലാണ്. അതെൻ്റെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം, ഫാബ്സോൺവീൽസ് ഫാമിലിയിലുള്ള ആൾക്കാർക്കറിയാം നമ്മൾ എന്തിൻ്റെ പുറയിലാണ് ഇപ്പോൾ എന്നുള്ള കാര്യം. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട്. പിന്നെ വീഡിയോസിൻ്റെ എണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് യൂഷ്വലി നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു വലിയ ട്രിപ്പിൻ്റെ ഒരുക്കത്തിലാണ്. സോ ഇനി കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിൻറ്റേജ് വണ്ടികളുടെ റിവ്യൂ അല്ല സോറി ഒരു ഡ്രൈവ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ അതല്ലെങ്കിൽ ഈവൻ ലൈക്ക് നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്താൽ മതി. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിരിക്കുന്ന കാര്യം എന്തായാലും ഞാൻ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, മച്ചന്മാർ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വണ്ടിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് വളരെ വളരെ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ ചുരുക്കം ചില സമയങ്ങൾ മാത്രം മതി നമ്മളുടെ ഈ ഒരു റീസ്റ്റോറേഷൻ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഇനി ഇവിടുന്ന് വണ്ടി പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റിംഗ് വർക്ക്ഷോപ്പിലോട്ടായിരിക്കും. അവിടെ നമുക്ക് പുട്ടിയവർക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായാലും പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് എപ്പിസോഡും കാര്യങ്ങളും ദെൻ സെറാമിക് അങ്ങനെയുള്ള കുറച്ച് അടിപൊളി ഐറ്റംസ് ഒക്കെ വരുന്നതായിരിക്കും. വണ്ടിയുടെ ഒരു ഫൈനൽ ഫിനിഷിലോട്ടായിരിക്കും നമ്മൾ എത്തിക്കാൻ പോകുന്നത്. അതിനിടയ്ക്ക് തന്നെ ആർ ടി ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓതറൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്ന് ഇടുക. അതിനുശേഷം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാബ്സോൺവീൽസ് എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ അതിന് ആൻസർ തരികയും ചെയ്യും. പിന്നെ അടിപൊളി എക്സൈറ്റിംഗ് വിൻറ്റേജ് കാർസിൻ്റെ അല്ലെങ്കിൽ പുതിയ വരാൻ പോകുന്ന ട്രാവൽ കാര്യങ്ങളുടെയൊക്കെ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണുമായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.